എല്ലാവർക്കും ഇപ്പോൾ തിരക്കാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ നിസ്സാരമായിട്ട് പറയുന്നൊരു വാക്കാണ് ബിസിയാണ്. നീ ബിസിയാണോടെ? ഞാൻ കുറച്ച് ബിസിയാണ്. എന്താ സംഭവം? ചിലപ്പോൾ ഈ തെങ്ങിന് തടം തുറക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചാണകവെള്ളം തളിക്കുകയായിരിക്കും എവിടെയെങ്കിലും. നമ്മൾ ശരിക്കും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ ബിസിയാണെന്ന് പറയും. എല്ലാവർക്കും അങ്ങ് തിരക്കാ. തെങ്ങുന്നീ പുരി തീ പിടിച്ച മട്ട് എന്ന് പറയുന്ന പോലെയാണ് ഭയങ്കര തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിരക്ക് പിടിച്ച ഒരു ജീവിതം ഈ നഗരാരണ്യത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ, നഗരമൊക്കെ സത്യം പറഞ്ഞാൽ നഗരം ഒരു കാടായി മാറി. കോൺക്രീറ്റ് കൂനകൾ പോലെ ഇങ്ങനെ നഗരത്തിൽ ഫ്ലാറ്റുകളും ഒക്കെ തന്നെ ഇങ്ങനെ കുതിച്ചു വരുന്ന ഒരു കാലം. നഗരവും നാട്ടിൻപുറവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാകുന്ന സമയത്ത്, എല്ലാവർക്കും ഒരു അവനവനിച്ചുള്ള സമയത്ത് നമുക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാനും നമ്മളെ കേൾക്കാനും ആരെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ ജീവിതത്തിൽ ഒരാൾക്ക് ഏറ്റവും ആവശ്യം അയാൾക്ക് മനസ്സുകൊണ്ടെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ്. അത് ഒരു പുരുഷന് സ്ത്രീ വേണം, അതൊന്നും അല്ല പറയുന്നത്. ഒരു പുരുഷനായാലും മതി, സ്ത്രീക്ക് സ്ത്രീ ആയാലും മതി. പക്ഷെ മാത്രമല്ല, ചില ആളുകൾ പറയുന്നത് അവർക്ക് സംസാരിക്കാൻ മനുഷ്യൻ തന്നെ വേണമെന്നില്ല. ചില മരങ്ങളോട് സംസാരിക്കും, ചില വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണം, കേൾക്കാൻ ഒരാൾ വേണം. പത്മഭൂഷൺ ലഭിച്ച എഴുത്തുകാരിയും അധ്യാപികയുമായ സുധാമൂർത്തിയെ നിങ്ങൾക്കറിയാം. സുധാമൂർത്തി എന്ന് പറഞ്ഞാൽ ഇൻഫോസിസ് എന്ന് പറയുന്ന വലിയ കമ്പനിയുടെ ആദ്യ ഫൗണ്ടർമാരിൽ ഒരാളും ചെയർമാനുമായിരുന്ന നാരായണമൂർത്തിയുടെ ധർമ്മപത്നിയാണ്. സുധാമൂർത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ വളരെ ഉയരങ്ങളിലാണിപ്പോൾ. വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ തലപ്പത്തൊക്കെ എത്തിയിട്ടും ജീവിതം എന്തെന്ന് അറിയാൻ വേണ്ടി സാധാരണ ബസ്സുകളിലൊക്കെ സഞ്ചരിക്കുകയും സാധാരണക്കാരുടെ ഇടയിൽ പോയി ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യയാണ്, ഒരു കാരുണ്യ സ്നേഹിയാണ് സുധാമൂർത്തി. അവരുടെ ഹൊറഗെല്ലു എന്നൊരു കഥയുണ്ട്. അവരുടെ ഇൻഫോസിസിൻ്റെ സ്ഥാപകൻ NR നാരായണമൂർത്തിയുമായി കഴിഞ്ഞ കാലത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. ഈ സുധാമൂർത്തിയുടെ ബാല്യത്തിൽ അവരുടെ ഗ്രാമത്തിലെ ആൽത്തറയായിരുന്നു ഹൊറഗെല്ലു എന്ന് പറയുന്നത്. അവിടെ ഇരുന്ന് സുധാമൂർത്തിയുടെ മുത്തച്ഛൻ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കും. നിശബ്ദ ശ്രോതാവായിരിക്കും അദ്ദേഹം. ഈ ഹൊറഗെല്ലു എന്ന കല്ല് പോലെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കേൾക്കും. ഒരിക്കൽ ഈ സുധാമൂർത്തി ചോദിച്ചു, എന്തിനാണ് ഒന്നും മിണ്ടാതെ മുത്തശ്ശൻ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്? കാര്യം അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നായിരുന്നു സുധാമൂർത്തിയുടെ സംശയം. വളരെ കുഞ്ഞായിരുന്നു സുധാമൂർത്തി. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ഹൊറഗെല്ലു എന്ന ഈ കല്ലില്ലേ, ഈ കല്ല് പോലെയാണ് ഞാൻ. പരിഹാരം നിർദ്ദേശിക്കുകയല്ല, കേൾക്കുക എന്നതാണ് പ്രധാനം. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഹൊറഗെല്ലു ആവശ്യമാണ്. മറുപടിയോ പരിഹാരമോ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേൾക്കാൻ കഴിയുക, ഒരു ലിസണർ ആകുക, കേൾക്കാൻ ഒരാളുണ്ടാവുക, അതൊരു വലിയ കാര്യമാണ്. നമുക്കത് ജീവിതത്തിലുണ്ടോ? നമ്മളെ എന്ന് വെച്ചാൽ ഉള്ളു തുറന്ന് സ്നേഹിക്കുകയും നമ്മളെ അതൊന്നും അല്ല പറയുന്നത്. നമ്മുടെ പറയുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ കഴിയുമോ? ചുരുക്കി പറഞ്ഞാൽ ബി എ ലിസണർ, അതും ബി എ ഗുഡ് ലിസണർ, നല്ലൊരു ശ്രോതാവാകുക. അപ്പോൾ നമ്മളൊരാൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ, ഇടേ ഇപ്പം ഞാനൊരു ചെറിയ തിരക്കില്ല, ജനം പിന്നെ കേൾക്കാം എന്ന് നമ്മൾ പറയരുത്. പരമാവധി നമ്മൾ ചെവി കൊടുക്കുക.